ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബാബ സാഹിബ് ഡോക്ടർ BR അംബേദ്കറുടെ 136-ാം ജന്മവാർഷിക ദിനം ഇന്ന്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമൂഹ സൃഷ്ടിയായിരുന്നു അംബേദ്കറുടെ ദർശനം. ഭരണഘടനയുടെ രൂപകൽപ്പനയിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിത്തറ പാകി. ഗുജറാത്ത് ലോക്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുഷ്പാർച്ചന നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, കേന്ദ്രമന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പാർലമെന്റ് വളപ്പിലെ പ്രേരണാ സ്ഥലത്ത് ഡോക്ടർ BR അംബേദ്കറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് കേരള ലോക്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അധ്യക്ഷനാകും. നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിലയം മേധാവി AG ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. ഗുജറാത്ത് സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ഇന്ന് ഗാന്ധിനഗറിലെ രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ 5ാമത് ബിരുദദാന ചടങ്ങിൽ സംബന്ധിക്കും. നാളെ നാഗ്പൂർ എയിംസിന്റെ 2ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ത്യൻ റവന്യൂ സർവീസ് 78ാം ബാച്ച് ഓഫീസർ ട്രെയിനികളുടെ പരിശീലന സമാപന ചടങ്ങിലും പങ്കെടുക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഊർജിതം. വിവിധ പാർട്ടികളുടെ പ്രധാന നേതാക്കളെല്ലാം പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. തമിഴ്നാട്ടിൽ ഈ മാസം 23-നും പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലായി ഈ മാസം 23-നും 29-നുമാണ് തെരഞ്ഞെടുപ്പ്. മെയ് 4-നാണ് എല്ലായിടത്തും വോട്ടെണ്ണൽ. നയരൂപീകരണത്തിലും തീരുമാനമെടുക്കൽ പ്രക്രിയകളിലും വനിതകൾ സജീവ പങ്കാളിത്തം വഹിക്കുമ്പോൾ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനുള്ള പ്രയാണം ശക്തിപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 16-ന് നാരീശക്തി വന്ദൻ അധിനിയവുമായി ബന്ധപ്പെട്ട സുപ്രധാന ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്ത് പാസാക്കാൻ പാർലമെന്റ് ചേരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശിയായ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അത്യന്തം വേദനയുളവാക്കുന്ന സംഭവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുരോഗമന കേരളത്തിന് അംഗീകരിക്കാനാകാത്ത വാർത്തകളാണ് മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നതെന്നും ജാതി വിവേചനം ഉൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിനകത്തും പുറത്തും കഴിയുന്ന എല്ലാ പൌരന്മാർക്കും പുതുവർഷ ആശംസകൾ നേർന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ബൈശാഖി, വിഷു, പുത്താണ്ട് എന്നിവയുടെ ഐശ്വര്യപൂർണമായ വേളയിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നതായി രാഷ്ട്രപതി ഭവൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാന്റെ തുറമുഖങ്ങളിൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ US നാവികസേന ആരംഭിച്ചു. ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നതിന്റെ ഭാഗമായി വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ അടക്കം 15 നാവിക കപ്പലുകൾ അമേരിക്ക വിന്യസിച്ചു. അതിനിടെ തെക്കൻ തീരപ്രദേശത്ത് ഇറാൻ നാവികസേനയെ വിന്യസിച്ചതായി റിപ്പോർട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 135 രൂപ കൂടി 14,110 രൂപയും പവന് 1,12,880 രൂപയുമാണ് ഇന്നത്തെ വില. വിഷുക്കണി ദർശനത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. നാളെ പുലർച്ചെ 2:55 മുതൽ 3:55 വരെ 1 മണിക്കൂറാണ് കണി കാണാൻ അവസരമുള്ളത്. ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കുന്ന ഭക്തർക്കുള്ള ദർശനം രാവിലെ 7 മുതലാകും. തിരക്കേറിയാൽ നെയ്വിളക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. ശബരിമലയിൽ നാളെ പുലർച്ചെ 4 മുതൽ 7 മണിവരെ വിഷുക്കണി ദർശനം. ഇന്ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷുക്കണി ഒരുക്കും. വിഷുക്കണി ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകർക്ക് കൈനീട്ടവും നൽകും. തിരക്ക് കണക്കിലെടുത്ത് സന്നിധാനത്ത് കർശന സുരക്ഷ ഏർപ്പാട് ആക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ വിവിധയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, തൃത്താല, മലപ്പുറം, പൊന്നാനി, ഇടുക്കി, മൂന്നാർ, പത്തനംതിട്ട, കോന്നി എന്നിവിടങ്ങളിലാണ് അൾട്രാവയലറ്റ് സൂചിക ഏറ്റവും ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പിൽ പറയുന്നു. പകൽ 10 മണി മുതൽ 3 മണി വരെ വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. ഉയർന്ന ചൂടിന് സാധ്യതയുള്ളതിനാൽ 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.